വേസ്റ്റ് വലിച്ചെറിയാൻ സാധ്യതയുള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. സംശയാസ്പദമായ രീതിയിൽ വേസ്റ്റുമായിട്ട് ആരെങ്കിലും വന്നാൽ സാറിനെ ഞാൻ വിവരം അറിയിച്ചിരിക്കും. ഓക്കെ സാർ. എന്നെയാണോ? എന്താണത്? വേസ്റ്റാണോ? അല്ല സാർ, ചിക്കനാ. റാസ്കൽ, വേസ്റ്റ് കളയാൻ കൊണ്ടുപോവുകയാണ് അല്ലടാ? കറി വെക്കാൻ കൊണ്ടുപോകും. മിണ്ടിപ്പോറത്. നീ വീട്ടിൽ പോണ വഴിക്ക് വേസ്റ്റ് ഉണ്ടേ കളയാനല്ലടാ സാറേ, കറി വെക്കണ സാറേ. ഇങ്ങ് കൊണ്ടുപോടാ ചിക്കൻ. നീ ഇത് കൊണ്ടുപോയി കറി വെക്കണ്ട. ഒന്ന് പോക്കേ. ഓടാ ചിക്കൻ. ഓടാ ചക്ക. ഒരു ചിക്കൻ കൊണ്ട് വന്നിരിക്കുന്നു. ഹലോ, ഇത് ഞാനാടി. എടി, ഇന്ന് വൈകിട്ട് നമുക്ക് ചിക്കൻ കറി വെക്കാവടി. ഞാൻ ഉടനെ സാധനം അങ്ങോട്ട് കൊടുത്തു വിടും. ഓക്കെ, വൈകിട്ട് കാണാം. ഓക്കെ. നിർത്തരുത്. എന്താണത്? ഇത് വേസ്റ്റ്. ഇത് ഇവിടെ ഇടാൻ പറ്റത്തില്ല. ഒന്ന് പോ സാറേ ഇവിടുന്ന്. എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഞാൻ കൊണ്ടുവിടും. അല്ല പിന്നെ സാറവൻ കടന്നു കളഞ്ഞു. അവന് നമ്മുടെ മുന്നിൽ നിന്ന് മാത്രമേ കടന്നു കളയാൻ പറ്റത്തുള്ളൂ. വേറെ ആളുടെ മുന്നിൽ നിന്ന് അവന് ഒരിക്കലും കടന്നു കളയാൻ പറ്റത്തില്ല. അതാരാ? വേസ്റ്റ് ആന്റി സ്ക്വാഡിന്റെ യങ് ആൻഡ് എനർജറ്റിക് ക്യാപ്റ്റൻ ചിരഞ്ജീവി IPS. Yes, I am Waste Anti-Squad Special Officer Chiranjeevi IPS. ഈ വേസ്റ്റ് അതെനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഞാൻ ഇടും. മലപ്പുറത്തേക്ക് ബസ്സിന് പോകാൻ അങ്കമാലിക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. കാണുന്നിടത്തൊക്കെ വേസ്റ്റ് ഇടാൻ പബ്ലിക് പ്ലേസ് എന്താ നിന്റെ തറവാട് സ്വത്താണോ? ഞാൻ MLA മകനാ. തീപ്പെട്ടിക്കൊള്ളി ഉരച്ചാൽ മെഴുകുതിരി കത്തിക്കാം, എന്നാൽ മെഴുകുതിരി ഉരച്ചാൽ തീപ്പെട്ടി കത്തില്ല. എന്നോട് കളിച്ച തന്നെ തൊപ്പി എന്തെറിപ്പിക്കും. പഴത്തിൽ തൊലിയുണ്ടെന്ന് കരുതി പഴം പൊരിക്കൽ തൊലിയുണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒറ്റ കോള് കൊണ്ട് തെറിപ്പിക്കാൻ പറ്റിയ തൊപ്പി അല്ലിത്. തൊപ്പിക്ക് പറ്റിയ തല ഞാൻ കൊണ്ടു നടക്കാറില്ല. തലയ്ക്ക് പറ്റിയ തൊപ്പിയെ ഞാൻ കൊണ്ടു നടക്കാറുള്ളൂ. മൈൻഡ് ഇറ്റ്. ഐ ആം ചിരഞ്ജീവി IPS. ഏതായാലും നിന്റെ മഹാനായ അച്ഛനൊന്ന് പരിചയപ്പെട്ടേക്കാം. എന്റെ ദേഹത്തൊട്ട് വരുത്. ഞാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാ. വാർക്ക പണിക്കാർ ഇഷ്ടിക പൊട്ടിക്കുന്നത്. കരാട്ടെ പഠിച്ചിട്ടല്ല മിസ്റ്റർ. ഞാൻ ഒരുത്തനെ പൊക്കുമെന്ന് പറഞ്ഞാൽ പൊക്കിയിരിക്കും. കാരണം ഞാൻ പറയുന്നത് ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ. ഐ ക്യാൻ ഡു ദാറ്റ്. ഡു ക്യാൻ ഐ ദാറ്റ്. നിന്റെ പണി പാളുമേ. ഇറങ്ങടാ ഇങ്ങോട്ട്. ഓ ശരി. ഇറങ്ങാൻ. ഇങ്ങോട്ട് വേണം. ഇങ്ങോട്ട് കൊണ്ടുപോടാ അവനെ. കാശുണ്ടാക്കിയാൽ മാത്രം പോരാ, ആ കാശ് കൊണ്ട് മക്കളെ നന്നായി വളർത്താനും പഠിക്കണം. അല്ലെങ്കിൽ പണി പാളും. എന്റെ വീട്ടിൽ കയറി നീ ഷോ കാണിക്കുന്നു. സമൂഹത്തിൽ എനിക്കുള്ള നിലവില നിനക്കറിയില്ല. എന്റെ മകന്റെ ദേഹത്ത് നീ കൈ വെച്ചാൽ നിന്നെ ഞാൻ കോടതി കയറ്റും. പോലീസ് എനിക്ക് പുല്ല. Shut up your bloody mouth. പോലീസ് പുല്ലാണെന്നൊക്കെ ഒരു ജാഥയിലെല്ലാം പറയാം. അത് പോലീസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞാലുണ്ടല്ലോ, വായിൽ പല്ല് കാണില്ല പുല്ലേ. ഡാഡി, ഇവൻ അല്പം തണ്ട് കൂടുതലാ. ഇവനെ അങ്ങനെ വിട്ടാൻ പറ്റില്ല. മര്യാദ ഇറങ്ങണം എന്റെ വീട്ടിൽ നിന്ന്. പോകാൻ തന്നെയാണ് ഞാൻ വന്നത്. ഒരു കണ്ടക്ടറോട് ബാക്കി ചോദിച്ചാൽ ചില്ലറ കിട്ടും എന്ന് കരുതി ഡ്രൈവറോട് ചോദിച്ചിട്ട് കാര്യമില്ല. പോകുന്നതിന് മുമ്പ് ഈ വേസ്റ്റ് ഞാൻ ഇവിടെ തന്നെ ഇടും. ഇവന്റെ തലയ്ക്കെന്നാ ഭ്രാന്തുണ്ടോ? രാവിലെ തന്നെ മനുഷ്യനെ വെട്ടാക്കാൻ വേണ്ടി യൂണിഫോം ഇട്ട് ഇറങ്ങിയിരിക്കുന്നു. ആനയ്ക്ക് മതളകിയ ചങ്ങലക്കിടാം. ഞാൻ ചങ്ങലയ്ക്ക് മതളകിയാൽ അത് നിനക്കിടാം. മര്യാദയ്ക്ക് വേസ്റ്റ് മുഴുവൻ ഇവിടെ നിർത്ത് മാറ്റണം. ഇല്ലെങ്കിൽ നീ എന്റെ തനിസ്വരൂപം തന്നെ കാണും. ചോറ് ബന്ധവും നോക്കുന്നത് ഞെക്കി നോക്കിയിട്ടാണ്, അല്ലാതെ കബഡി നിരത്തിയിട്ടല്ല. നിങ്ങൾ പെശകാണെങ്കിൽ ഞാൻ അതിലും പെശകാണ്. എന്റെ ഈ ഒരു മുഖം മാത്രമല്ലേ നിങ്ങൾ കണ്ടുള്ളൂ. എനിക്ക് മറ്റൊരു മുഖം കൂടി ഉണ്ട്. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ എടുത്താ ഈ വേസ്റ്റ് ഞാൻ ഇവിടെ തന്നെ ഇടും. ഇത് നിങ്ങൾക്കൊരു വാണിംഗ് ആണ്. ചിരഞ്ജീവി IPS ചെയ്യുന്നതേ പറയൂ, പറയുന്നതേ പ്രവർത്തിക്കൂ. ഐ ക്യാൻ ഡു ദാറ്റ്. ഡു ക്യാൻ ഐ ദാറ്റ്. അല്ലെങ്കിൽ പണി പാളും. ആടാ. ഓക്കെ സാർ. എന്താ സാർ? സ്ലോ മോഷനിൽ വന്നോണ്ട് ജീപ്പ് എടുക്കാൻ മറന്നുപോയി. ഓക്കെ സാർ.
ദൈവത്തിൻ സ്വന്തം നാടിത് ഗോഡ്സ് ഓൺ കൺട്രി. സാഹിബുമാർ ഇപ്പോൾ പറയും വേസ്റ്റ് ഓൺ കൺട്രി. ദൈവത്തിൻ സ്വന്തം നാടിത് ഗോഡ്സ് ഓൺ കൺട്രി. സാഹിബുമാർ ഇപ്പോൾ പറയും വേസ്റ്റ് ഓൺ കൺട്രി. വേസ്റ്റ് വേസ്റ്റ് വേസ്റ്റ്, വീട്ടിലും നാട്ടിലും വേസ്റ്റ്. വേസ്റ്റ് വേസ്റ്റ് വേസ്റ്റ്, പാടത്തും പറമ്പിലും മുക്കിലും വഴിയിലും നമ്മുടെ നാടൊരു വേസ്റ്റ്. ദൈവത്തിൻ സ്വന്തം നാടിത് ഗോഡ്സ് ഓൺ കൺട്രി. പ്രായം കൂടിയ തന്തയും തള്ളയും മക്കൾക്കിന്നൊരു വേസ്റ്റ്. അധികാരത്തിൽ കയറിയ മന്ത്രിയും ജനങ്ങൾക്കിന്നൊരു വേസ്റ്റ്. ലൈവായി കാണും വാർത്തയിൽ മന്ത്രി പറയുന്നതും അത് വേസ്റ്റ്. പബ്ലിക്കിന്റെ ഓരോ വോട്ടും ഞങ്ങൾക്കിന്നതും വേസ്റ്റ്. വേസ്റ്റ് വേസ്റ്റ് വേസ്റ്റ്, വീട്ടിലും നാട്ടിലും വേസ്റ്റ്. വേസ്റ്റ് വേസ്റ്റ് വേസ്റ്റ്, പാടത്തും പറമ്പിലും മുക്കിലും വഴിയിലും നമ്മുടെ നാടൊരു വേസ്റ്റ്. ചുറ്റിയടിക്കാൻ കാശില്ലെങ്കിൽ ഭർത്താവിന്നൊരു വേസ്റ്റ്. വരവറിയാതെ ചിലവാക്കുമ്പോൾ ഭാര്യയും അതും ഒരു വേസ്റ്റ്. വിദ്യാഭ്യാസ കച്ചവടം പണ്ട് മുതൽക്കേ വേസ്റ്റ്. പണത്തിനുമീതെ പരുന്തു പറക്കും നിയമം ഇവിടൊരു വേസ്റ്റ്. വേസ്റ്റ് വേസ്റ്റ് വേസ്റ്റ്, വീട്ടിലും നാട്ടിലും വേസ്റ്റ്. വേസ്റ്റ് വേസ്റ്റ് വേസ്റ്റ്, പാടത്തും പറമ്പിലും മുക്കിലും വഴിയിലും നമ്മുടെ നാടൊരു വേസ്റ്റ്. സാറ് പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ നേരിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, സാറിന് സമ്മതിക്കണം. അതെന്താ? വേസ്റ്റ് ആൻഡ് സ്ക്വാഡ് ചാർജ് എടുത്തതിന് ശേഷം വേസ്റ്റ് വഴി തള്ളാൻ ജനങ്ങൾക്കൊരു പേടി തോന്നുന്നു. കടമറ്റത്ത് കത്തനാരെ യക്ഷികൾ പേടിച്ചത് പോലീസ് ആയതുകൊണ്ടല്ല. പേടി എന്നൊരു വാക്ക് എന്റെ ഡിക്ഷണറിയിലേ ഇല്ല. ഡിക്ഷണറി വാങ്ങുമ്പോ നോക്കി വാങ്ങണ്ടേ സാറേ? എന്റെ സ്വപ്നം വേസ്റ്റുകളില്ലാത്തൊരു ക്ലീൻ സിറ്റിയാണ്. നിങ്ങൾക്കറിയോ, ഗൾഫ് നാടുകളിൽ റോഡരികിൽ ഒരു പേപ്പർ തുണ്ടോ വേസ്റ്റോ ഒന്നും കാണില്ല. അവിടെ കുപ്പിയും പാട്ടയും പറക്കൊന്നും ഇല്ലല്ലോ സാറേ, അതുകൊണ്ടാ. അല്ല, അവർ വൃത്തിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധയുള്ളവരാണ്. കേരളത്തിന്റെ സ്ഥിതി അതാണോ? പറഞ്ഞിട്ട് കാര്യമില്ല. മാവാട്ടിയാൽ ഇഡ്ഡലി ഉണ്ടാക്കാം, ആട്ടുകല്ലാട്ടിയാൽ ഇഡ്ഡലി കിട്ടുമോ? സാറിന് ഇങ്ങനത്തെ ഉദാഹരണങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടണം സാറേ? സാറിനെ സമ്മതിക്കണം. ഞായറാഴ്ച അവധിയാണോന്ന് അറിയാൻ കാലണ്ടറിൽ നോക്കേണ്ട ആവശ്യമില്ല. ശനിയാഴ്ച ആരെങ്കിലും ചോദിച്ചാ പോരെ? എന്തു വലിയ തത്വം നിറഞ്ഞ ഉദാഹരണം! ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തരുന്നതാണോ? ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീഴുന്നതിന് മുമ്പേ ഇവിടെ ഗുരുത്വാകർഷണം ഉണ്ടായിരുന്നു. പിന്നെ ഉദാഹരണം. സമയത്തിന് ഊണ് കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് കയറും. വേറെ ഉദാഹരണം. ഉദാഹരണം പറഞ്ഞതല്ല, ഉച്ചയായി ഊണ് കഴിക്കാന്ന് പറയാ. അല്ലല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ 4 മണിക്ക് എത്തിയേക്കാം. അവിടെ പോരെ? അത് പോരെ? ആ, വരും. പിന്നെ വരും. ആ, എന്തായാലും പിന്നെ ആ എടി, ഇവിടെ വേസ്റ്റ് വരുന്ന 2-3 ഒരു യൂണിഫോം ഇട്ട് വന്നിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു നോക്കട്ടെ, വേസ്റ്റ് എടുക്കുമെന്ന് അറിയാലോ. എന്താടാ ഈ കാണിക്കുന്നേ? ഞാൻ വേസ്റ്റ്. നീ വേസ്റ്റ് ആണെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. വേസ്റ്റ് കളയേണ്ടടുത്ത് കളയണം, മനസ്സിലായടാ? ഓ, അല്ലെങ്കിൽ പണി പാളും. പോ. യെസ്, അതെ. എടി, ഞാനിപ്പോ ഡ്യൂട്ടിയിലാണ്. നമുക്ക് വൈകിട്ട് കാണാം. ഓക്കെ.
സാറ് പാർക്ക് വേസ്റ്റ് വാരാൻ പോവാണോ? ഛേ, അതല്ലടാ, അവളവിടെ വരും. ഞാൻ സ്വപ്നം കാണുന്ന പെണ്ണ്.